റിപ്പയറിന് വന്ന കാർ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചോ പോട്ടെ. അതിടിച്ച് പപ്പടമാക്കിയതിന് ആര് ഉത്തരം പറയും? മനപ്പൂർവ്വം ഇടിച്ച് പപ്പടമാക്കിയതല്ലോ ഗുരുവേ. വണ്ടി സ്റ്റാർട്ടാക്കാൻ തള്ളിയപ്പോ ഒരു അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധം? ആ കാർ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയാമോ? അറിയാം, വല്ല ആക്രിക്കടയിലും കാണും. അല്ല, പോലീസ് സ്റ്റേഷനില്. അയ്യോ, അതെപ്പ കൊണ്ടുപോയി? പോടോ. ഡോക്ടറോട് ഞാൻ എന്ത് സമാനം പറയും? അയാൾ സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടുനടന്ന കാറായിരുന്നു. സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടു കിടക്കാൻ പറ്റിയ സാധനം. ശവപ്പെട്ടിക്ക് 4 ടയർ. ഒരിക്കൽ ഭ്രാന്ത് വന്ന് ആശുപത്രിയിലായി. അവിടുന്ന് ഭേദമായി തിരികെ വന്ന് എന്റെ കൈയും കാലും താങ്ങി ഒരു പണി കിട്ടിയപ്പോ വീണ്ടും തുടങ്ങി എനിക്ക്. ഇനി ഇവിടെ പണിയില്ല, ഒരു കുന്തമില്ല. പോണം. പണിയില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? ഇവിടെ വേറെയും വർക്ക്ഷോപ്പുകളുണ്ട്, അത് ഓർത്തോ. 5-6 കൊല്ലം പാട്ടയും ചുരണ്ടി ഇവിടെ ഇരുന്നില്ലേ? ഈ കൃഷ്ണൻ വന്ന ശേഷമാണ് ഈ വലിയ കെട്ടിടവും കോപ്പും ഒക്കെ ഉണ്ടായത്. ഇവിടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒന്നും ഇല്ലല്ലോ അടിച്ചു മാറ്റാൻ. ആരെങ്കിലും ഒരു കൊച്ചു മാരുതി കാർ കൊണ്ടുവന്നിട്ടിരുന്നെങ്കിൽ. തൽക്കാലം ഇത് മതി. 2 സ്മാളിനുണ്ട്. ഗുരുവേ, താൻ പോയില്ലടോ? ഇല്ല, ഇതെനിക്ക് വേണ്ട. എന്നാ പൊയ്ക്കോ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ പറ. തന്റെ അപ്പനാണോ ഭ്രാന്ത്? ആരാ? എന്താ വേണ്ടേ? ഹുവായോ? ഒരു വീട്ടിൽ കയറി വന്നിട്ട് ഹുവാറിന്ന് ചോദിക്കുന്ന മര്യാദയാണോ? പുരുഷന്മാർ മാത്രം താമസിക്കുന്ന വീട്ടില് നിങ്ങൾക്കെന്താ കാര്യം? ഈ ചോദ്യം തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചാലോ? ഇവിടെ 4 പുരുഷന്മാർ താമസമുണ്ട്. അതിലേത് പുരുഷനെ കാണാനാണ് വന്നത്? 4 പേരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? പിന്നെ ബെന്നിയെ? തീർച്ചയായും. ആളൊരു രസികനാണ്. എ നൈസ് ഫെലോ. ചീറ്റ്! ഈ വീട്ടില് നിങ്ങൾക്ക് എന്ത് കാര്യം? ഇതെന്റെ വീടാ. അത്രത്തോളം എത്തിയല്ലേ? ഓ മൈ ഗോഡ്. ഹായ് ലീന. You cheat? എന്ത് പറ്റി? Tell me the truth. Who's that girl? ഏത് ഗേള്? നിങ്ങളുടെ വീട്ടിലുള്ള ആ പെൺകുട്ടി ആരാണെന്ന്. വീട്ടിൽ പെൺകുട്ടിയോ? ആ, എങ്കിലും ഒരു ആൺകുട്ടിയും കൂടെ ഉണ്ടാവും. പറയില്ല അല്ലേ? ലീന, തമാശ കാണിക്കരുത്. ഏണി കുളിക്കരുത്. ഞാൻ താഴെ വീഴും. പ്ലീസ്. അയ്യോ, ഏണി മാറ്റരുത്. ഞാൻ താഴെ വീഴും. ഏണി ചാരാൻ. സത്യം പറ, ആ പെൺകുട്ടി ഏതാ? എനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല. അയ്യോ, ഏണി ചാര്. You liar. അതാര്? അറിയില്ലല്ലേ? ഞാൻ സത്യമാണ് പറയുന്നത്. എന്റെ കൈ കുഴയുന്നു. ഏണി ചാര്. വീഴട്ടെ, വീണ് കയ്യും കാലും ഓടിയട്ടെ. വീണിട്ട് തലക്കടി കൊണ്ടാ ഞാൻ എല്ലാം മറക്കും. ഏണി ചാര്. താഴെ ഇറങ്ങി വാ. I'll show you who I am. ഇനി പറ, അവൾ ആരാ? എനിക്കറിയില്ല. ഈ വേൾഡിൽ നീ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ഇത് സത്യം, സത്യം, സത്യം. കള്ളം. എന്നെ വിശ്വാസമില്ലല്ലേ? ഹലോ, അതെ, പ്ലീസ് ഹോൾഡ് ഓൺ. ലീനയ്ക്കൊരു കോൾ. ഹലോ ലീന, ഇത് ബെന്നിയാണ്. പ്ലീസ്, ലീന എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു തെറ്റിദ്ധാരണയുമില്ല. ഹലോ, ഐ ലവ് യു. ലീന, എല്ലാം ശരിയാക്കി തരാം. നിങ്ങളുടെ പണക്ക് ഞാൻ മാറ്റി തരാം. ഓക്കേ, ഐ ലവ് യു. ഓക്കേ. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. നിന്നോടെന്ത് പറഞ്ഞു? നിന്നോടെന്ത് പറഞ്ഞു? ഐ ലവ് യു. നിന്നോടോ? ഡോണ്ട് ഡിസ്റ്റർബ്. അയ്യോ, ഐ ലവ് യു, ഐ ലവ് യു. എന്നോടറിയോ? അറിയോ? ഒന്ന് മാറിക്കിടന്നേട്ടാ.
എന്നോട് ഐ ലവ് യു എന്നാ പറഞ്ഞു. എന്നോട് ഐ ലവ് യു എന്നാ പറഞ്ഞത്. ലീന, താങ്ക്സ്. എന്റെ കാത്തിരിപ്പ് അല്ല കാത്തുനിപ്പ് സഫലമായി. വാട്ട്? ലീന വന്നല്ലോ. അതിനെന്താ? ഒന്നുമില്ല. ബെന്നി എവിടെ? ആ, ഞാൻ കണ്ടില്ല. കണ്ടാൽ ഞാൻ അന്വേഷിച്ചായിട്ട് പറയണം. വരട്ടെ. ബൈ. ഹായ് ബെന്നി. ബെന്നി, what a fool you are. Me? ഓഫീസിലേക്ക് ഫോൺ ചെയ്യരുത്. Don't know, she's a country bonamp. Yeah. Oh, I forgot. Who's that girl? Dance saree pole. She's a girl. I need explanations. Leena, she's the owner. Owner? You are owner? Yes, house owner. Oh, thank God. I feel so much relaxed. Come on, dear. ആരാ മോളേത്? Who? വൈകുന്നേരം നിന്നോടൊപ്പം കണ്ട ആ ചെറുപ്പക്കാരൻ. ഓ, ബെന്നി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ ഡാഡിയോട്? ബെന്നി, മൈ ഫ്രണ്ട്. ഹീസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഡാഡ്. കോളേജ് വെച്ച് ബെന്നി വരച്ച ഗ്ലാസ് ഓൺ എ മിറർ. ഓ, വാട്ട് എ മാർവലസ് വർക്ക്. എന്നിട്ട് മോളെന്നെ ഒന്ന് പരിചയപ്പെടുത്തിയില്ലല്ലോ. ഷുവർ, നാളെ ബെന്നിയെ ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാം. അത് വേണ്ട, മോൾ അവന്റെ അഡ്രസ്സിങ് എന്നേരെ ഡാഡി പോയി കണ്ടോളാം. നൈസ് ഐഡിയ. ഞാൻ ചെല്ലുന്ന കാര്യം മോളെ അയാളോട് പറയണ്ട. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ഓക്കെ. ബെന്നി, ഡാഡി വരുന്നു. വരട്ടെ. ബെന്നിയെ കാണാൻ എന്റെ ഡാഡി വരുന്നു. വന്നോട്ടെന്നേ. പാവം. അയ്യോ, സോറി, ഞാൻ അറിയാതെ മുറി വൃത്തിയാക്കിപ്പോ മനഃപൂർവ്വം. സാരില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഡേയ്, ഇതൊന്ന് പിടിച്ചിറക്കണേ. ഞാൻ പിടിക്കാം. ഇതൊന്ന് പിടിച്ചിറക്കേ. അയ്യോ, എന്തൊരു വെയിറ്റ്. ആ കിളവൻ വരുന്നതിന് മുമ്പ് വേണം. നിങ്ങൾ ആരെയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. ആരെ? ആ പെണ്ണിന്റെ തന്ത. ഏത് പെണ്ണിന്റെ? ആഹാ, അപ്പൊ നിനക്ക് വേറെയും പെണ്ണുണ്ടല്ലേ? പുള്ളിക്ക് ബുദ്ധിക്ക് നല്ല സ്ഥിരതയില്ലേ? അതിവിടെ എനിക്ക് മാത്രമല്ലല്ലോ. ആരാടാ അത്? ഡാഡി, ഡാഡി, ഡാഡി. എന്താണ് ബഹളം? അല്ല ബഹളം. ഡാഡിയാ. Glad to meet. ഡാഡിക്ക് നല്ല സുഖമില്ല. 15 വർഷം ഞാൻ പട്ടാളത്തിലായിരുന്നു.
അതിനുശേഷം 1.5 വർഷം ആശുപത്രിയിലായിരുന്നു. മെന്റൽ 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 ഹോസ്പിറ്റൽ നേഴ്സായിരുന്നു. നേഴ്സല്ല ഡോക്ടർ. ഡോക്ടർ അല്ല മോനെ, സെക്യൂരിറ്റി ഓഫീസർ. സെക്യൂരിറ്റി ഓഫീസർ തന്നെയാണല്ലോ ഡോക്ടർ. ഏത് മെന്റൽ ഹോസ്പിറ്റലായിരുന്നു? പോണ്ടിച്ചേരി. അഹമ്മദാബാദ്. കാക്കനാട്. അവിടുത്തെ സെക്യൂരിറ്റിയോട് അന്വേഷിച്ചാൽ അറിയാൻ കാര്യം. ഫോൺ വന്ന് എനിക്കാ. ഹലോ, അതെ, ആർട്ടിസ്റ്റ് ബെന്നിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് ട്രങ്കോളോ കൊടുക്ക്. ബാംഗ്ലൂർ നിന്നാണേ. ആർട്ടിസ്റ്റാ, എപ്പോഴും ഫോൺ വരും, വലിയ ശല്യ. ആ, പെയിന്റിംഗ് ഫിനിഷ് ആയിട്ടില്ല. നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ എങ്ങനെയാ? ഞാൻ വളരെ ബിസിയാണ്. 10-15 ഓർഡർ പെൻഡിങ്ങിലുണ്ട്. ആ, തൽക്കാലം നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ കൊടുത്തു വിട്. ആ, ഓ, എക്സിബിഷന് പെയിന്റിങ്ങോ? പെയിന്റിംഗ് ഇല്ല, തൽക്കാലം കലണ്ടർ നോക്ക്. കോഡ്ലെസ് ഫോണാണ്. നിങ്ങൾ പിന്നെ വിളി. അമ്മയില്ലേ? ഇത്ര ഒപ്പിച്ച പാട് തന്നെ എനിക്ക് അറിയാം. അല്ല, അമ്മയുണ്ട്. അമ്മ മാർക്കറ്റിൽ പോയിരിക്കും. ഏത് മാർക്കറ്റിൽ പോയിരിക്കും? സൈലൻസ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചു. അങ്ങനെ പറയരുത്. ഒരു കുറ്റി പുട്ടെങ്കിലും അങ്ങനെ കഴിക്കണം. ഒരു കുറ്റിപ്പിട്ട് എന്തോ ചെയ്യാനാ? ഇഷ്ടം പോലെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പിന്നെ കഴിക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഡൈനിങ് റൂമിലോട്ട് പോവാം. താങ്ക് യു. ഒരുപാട് ഐറ്റംസ്. ഇങ്ങോട്ടിരുന്ന പൂച്ച കേറി. നീയല്ലടാ വാതിൽ തുറന്നിട്ടത്? ഞാനല്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്നതായിരിക്കും. ഞാൻ ഇപ്പൊ വരാം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. സാരില്ല, ഇനി ഒരിക്കലാവാ. ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ക്സ്. സോറി. ഡാഡി എന്തായി പറയുന്നേ? യെസ്, ഞാൻ അവിടെ ചെന്നപ്പോ ഉണ്ടായ സംഭവങ്ങളാ. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. അപ്പൊ മെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞതോ? അത് വേറെ ആരെങ്കിലും ആയിരിക്കും. ഡാഡിക്ക് തെറ്റിയതാ. അല്ല മോളെ, ഞാൻ പറയുന്ന കേൾക്ക്. നിന്റെ ജീവിതം ഇങ്ങനെ ഒരു ഭ്രാന്തന്റെ കൂടെ നടന്ന് സ്പോയിൽ ചെയ്യാനുള്ളതല്ല. ബെന്നിക്ക് ഭ്രാന്തില്ല. എനിക്ക് സംശയം ഭ്രാന്ത് നിനക്കാണെന്നാണ്. ഡാഡിക്കാ ഭ്രാന്ത്. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ മോൾ ഇപ്പൊ ഡാഡി പറയുന്നത് കേക്ക്. നോ, എനിക്ക് ഡാഡിയുടെ അഡ്വൈസ് വേണ്ട. എന്ത് വേണം? ഭീം സിംഗിനെ ഒന്ന് കാണണം. വാടക കൊലയാളിയ ഭീം സിംഗിനാണോ കാണാൻ? ചോദിച്ച കേട്ടില്ലേ? അതെ. എന്തിനാ? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. കാര്യം ഞാൻ ഭീം സിംഗിനോട് നേരിട്ട് പറഞ്ഞോളാം. വരൂ, ഇരിക്ക്. എത്ര പേരെ കൊല്ലണം? 2 3? ആരെയും കൊല്ലണ്ട. പിന്നെ ഒരുത്തന്റെ കൈയും കാലും തല്ലി ഓടിക്കണം, അത്രേ ഉള്ളൂ. സാധ്യമല്ല. കൊലപാതകത്തിൽ കുറഞ്ഞ യാതൊരു ബിസിനസ്സും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് പോവാം. അങ്ങനെ പറയരുത്. ഹലോ, ഭീം സിംഗ് ഹിയർ. വെരി ഗുഡ്, വെരി ഗുഡ്. പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അവശിഷ്ടം പെട്ടിയിലാക്കി അവന്റെ പേരിൽ ഇന്നത്തെ ഫ്ലൈറ്റിൽ തന്നെ ബോംബെക്ക് അയക്കണം. ബോംബെ അധോലോകം ഞെട്ടി വിറയ്ക്കട്ടെ. ഭീം സിംഗ് ആരാണെന്ന് അപ്പൊ അവൻ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ പോയില്ലേ? കൊല്ലണ്ട, എത്ര കാശ് വേണമെങ്കിലും തരാം. അവനെ ഇവിടെ നിന്ന് തല്ലി ഓടിച്ച് തന്നാ മതി. കൊലപാതകം ഈസിയാ. കൊന്നു കഴിഞ്ഞ് ആരാണ് കൊന്നതെന്ന് ശവം എഴുന്നേറ്റ് പറയില്ലല്ലോ. പക്ഷെ തല്ലുകൊണ്ടവനെ തല്ലിയവനെ തിരിച്ചറിയാൻ പറ്റും. എന്നാ പിന്നെ കൊലപാതകം തന്നെ ആവാം അല്ലേ? ആ, അങ്ങനെ വഴിക്ക് വാ.
ആളിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആരെ? കൊല്ലേണ്ട ആളിനെ കൊണ്ടുവന്നിട്ടുണ്ടോന്ന്. ഇല്ല. ഫോട്ടോ? ഡമ്മി? പിന്നെങ്ങനാ കൊല്ലുന്നേ? ആളിനെ കാണിച്ചു തരാം. ഓക്കെ. സത്യസന്ധമായി ബിസിനസ് നടത്തുന്നവനാണ് ഞാൻ. ഫീസല്ല, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ തരുന്നത് ഞാൻ വാങ്ങും. മേശപ്പുറത്ത് വെച്ചോളൂ.